ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന്. അതായത് UK ഇപ്പം നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമ്മൾ കഴിഞ്ഞ 12-ാം തീയതി മെയ് 12-ാം തീയതി വന്ന ആ ഒരു വൈറ്റ് പേപ്പറിന് ശേഷം UK നേഴ്സസിൻ്റെയും അതേപോലെ തന്നെ ഡോക്ടർമാരുടെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു വൈറ്റ് പേപ്പർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറയുന്നതാണ് ഇവിടെ ഇരിക്കുന്ന സ്കിൽഡ് വർക്കേഴ്സിനെ ഇത് ബാധിക്കത്തില്ല, ബാക്കി ആരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോഴ് ഈ ഒരു പുതിയ നിയമം ഇവിടെ വരാൻ പോകുന്നതെന്ന്. നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്നും ഇന്നും എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയമം ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കാൻ യാതൊരു സാധ്യതകളും ഇല്ല എന്നാണ്. നിങ്ങൾ ഇനി ഇപ്പോഴും ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴും നിങ്ങൾ ചോദിക്കും, നിങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ആരെയും ബാധിക്കത്തില്ല. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, ആരെയും ബാധിക്കാനായിട്ട് പോകുന്നില്ല. അല്ല എങ്കിൽ ഇന്നലെ ഈ ഇവിടുത്തെ 2 MP ഈ ഒരു ഹൗസ് ഓഫ് ലോർഡ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പക്ഷെങ്കിൽ അന്നേരവും ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ പറയാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയാമല്ലോ, ഇത് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കും, അല്ലെങ്കിൽ ഇതിവിടെ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കത്തില്ല. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴിവിടെ നിൽക്കുന്ന ആൾക്കാരെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമെടുക്കാം. അല്ലെങ്കിൽ ഇതിവിടെ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഇപ്പോഴ് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് നേഴ്സസും ഡോക്ടേഴ്സുമാണ് ഇൻ്റർനാഷണലി ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും UK എത്തിച്ചേർന്നത്. UK NHS ഹോസ്പിറ്റലുകൾ നോക്കിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിദഗ്ധന്മാരായ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആ ഒരു വൈദഗ്ധ്യം കൊണ്ടാണ് UK NHS ഹോസ്പിറ്റലുകൾ സത്യത്തിൽ ചലിച്ചു പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന നേഴ്സസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ബ്രില്യൻ്റ് ആയിട്ടുള്ള നേഴ്സസാണ്. അവരെ കൊണ്ട് യാതൊരു പ്രശ്നവും UK NHS ഇല്ല. നമ്മൾ 2020 ശേഷമൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ആൾക്കാർ UK വന്ന് ഇപ്പോഴ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള നേഴ്സസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2, 3, 4 വർഷം നിയർലി അവർ PR ടൈമിലേക്ക് അടുക്കുന്ന ഒരു ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു PR ടൈം എന്ന് പറയുന്നത് 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കുമെന്നുള്ള ആ ഒരു നിയമം വരുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന നേഴ്സസിനെ സംബന്ധിച്ചുള്ള അവർ വലിയ കൺഫ്യൂഷനിലാണ്. കാരണം ഇവിടെ റീസെൻ്റ്ലി എത്തിയിട്ടുള്ള നേഴ്സസിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ 1 വർഷമായ അല്ലെങ്കിൽ 2 വർഷമായ നേഴ്സസിനെ സംബന്ധിച്ചോളം അവർ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഒരു 10 വർഷം ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു 8 വർഷം കൂടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. കൂടുതൽ നേഴ്സസും ഈ ഒരു രാജ്യം വിടാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോഴേ പുറത്തു വരുന്നത്. അത് നമ്മുടെ NHSനെ സംബന്ധിച്ചോളം അത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കിപ്പോൾ എത്ര NHSൻ്റെ സ്റ്റാഫ് പോയാലും ഇപ്പോൾ എത്ര ഡോക്ടേഴ്സ് പോയാലും എത്ര നേഴ്സസ് പോയാലും അവരത് ബാധിക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ 2019 ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും കണ്ടതാണ് UK NHS ഹോസ്പിറ്റലുകളിലെ നേഴ്സസിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെയും വലിയൊരു കുറവ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തി അവർ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും UK കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു NHS ഹോസ്പിറ്റലിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇപ്പോഴും നടന്നു പോകുന്നത്. എന്നിരുന്നാലും നമുക്കറിയാം, മില്യൺ കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ലേബർ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ പറഞ്ഞതൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഈ അപ്പോയിൻമെൻറ്റുകൾ കുറച്ചു കൊണ്ടുവരുമെന്നാണ്. ഇനി ഇവിടെ നിൽക്കുന്ന ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നേഴ്സസും അഥവാ ഈ ഒരു PRൻ്റെ കാര്യത്തിൽ രാജ്യം വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് NHS ഹോസ്പിറ്റലിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, പല ആൾക്കാരും ഇപ്പോഴേ ടെൻഷൻ അവർക്ക് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും അവരുടെ പാർലമെൻറ്റ് മെമ്പർ, അവരുടെ ലോക്കൽ MP ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് പ്രഷർ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അവർ പാർലമെൻറ്റിൽ പോയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഹോം സെക്രട്ടറിയോടും അണ്ടർ സെക്രട്ടറിയോടും പ്രധാനമന്ത്രിയോടും എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം പറയാനായിട്ട് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK ഏകദേശം 12,400ഓളം നേഴ്സസാണ് രാജ്യം വിട്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 5 ഇരട്ടി വർധനമാണ് ഇപ്പോഴ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോഴ് ഈ ഒരു പ്രശ്നം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ UK നിൽക്കുന്ന നേഴ്സസിൽ നല്ലൊരു ശതമാനം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. അതിന് അവരെ കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓസ്ട്രേലിയയിലേക്കൊക്കെ ആൾക്കാർ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു, നിങ്ങൾ UK വന്നു, UK എക്സ്പീരിയൻസ്ഡായി, നിങ്ങൾ ഫ്രീ
ആയിട്ട് ഇവിടെ വന്നു, ഈ രാജ്യത്ത് നിങ്ങൾ 1-2 വർഷം ജോലി ചെയ്തതിന് ശേഷം നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ശരിയല്ല എന്നൊക്കെ നമ്മളും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കൺഫ്യൂസ്ഡ് അവസ്ഥയിൽ അവരെ നമ്മൾ കുറ്റം പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവരിപ്പോഴും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് 5 വർഷം കഴിയുമ്പോൾ PR കിട്ടുമോ കിട്ടത്തില്ലയോ, ഇനിയിപ്പോൾ 4 വർഷമൊക്കെ ആയൊരു ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് PR കിട്ടില്ലെങ്കിൽ അടുത്ത ഒരു 6 വർഷം കൂടി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. കാരണം അവർക്കിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി അല്ലെങ്കിൽ കാനഡയിൽ പോയി ന്യൂസിലൻഡിൽ പോയി അല്ലെങ്കിൽ US പോയി കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും. കാരണം അവർ എക്സ്പീരിയൻസ്ഡ് നേഴ്സസാണ്, അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവർ ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ UK വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം IELTS അല്ലെങ്കിൽ OET, CBT, OSCE എല്ലാം പാസ്സായെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ഇതേപോലെയുള്ള എക്സാമൊക്കെ അവർ ഈസി ആയിട്ട് പാസ്സാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു വലിയ രീതിയിൽ ഇവിടുന്ന് ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടിൽ പോകുന്ന NHS ഹോസ്പിറ്റലുകളൊക്കെ അവതാളത്തിലാവും. ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK NHS ഹോസ്പിറ്റലുകളിൽ നേഴ്സസിൻ്റെ വലിയ വേക്കൻസികളൊന്നും തന്നെയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിറങ്ങുന്ന ധാരാളം നേഴ്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ അവർക്ക് ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരവിടെ നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അവരും 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ അവരും ഈ ഒരു രാജ്യം വിടും. കാരണം 10 വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം ഓസ്ട്രേലിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ വിത്ത് PR അവിടേക്ക് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അവർക്ക് PR കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലം അവരെ മാടി വിളിക്കുമ്പോൾ ഇതിനേക്കാട്ടിൽ സാലറി കൊടുക്കുന്ന ഒരു രാജ്യത്തിലേക്ക് മാടി വിളിക്കുമ്പം എന്തിന് ഞങ്ങൾ UK നിന്ന് ഈ ടെൻഷൻ അനുഭവിക്കുന്നു എന്നുള്ള ഒരു മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാനായിട്ട് ഇവരെല്ലാവരും തന്നെ ബാധ്യസ്ഥരാണ്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി ജോലി ചെയ്യാം. കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്കറിയാം ഇപ്പോൾ UK NHS ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്ന കൺസൾട്ടൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ എല്ലാം തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത്. സർക്കാർ ചിലപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഇവരൊക്കെ പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇഷ്ടം പോലെ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റിക്രൂട്ട്മെൻറ്റുകൾ നടത്താമെന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ പോകുന്ന ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രികളിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. ഇവർ കണക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ധാരാളം ആൾക്കാരാണ് നേഴ്സസ് ഈ രാജ്യം വിട്ടുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ റിക്രൂട്ട്മെൻറ്റുകൾ കുറയ്ക്കുമെന്നൊക്കെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകൾ കുറച്ച് കഴിഞ്ഞാലും അതും നമ്മുടെ NHSനെയാണ് ബാധിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു നേഴ്സസിൻ്റെ അത്രയും ഒരു ബ്രില്യൻസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇല്ല എന്നുള്ളത് അത് നല്ല രീതിയിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. അപ്പം UK ഗവൺമെൻറ് മറ്റൊരു രീതിയിലേക്ക് പോയി അവരുടെ മനസ്സിൽ അങ്ങനെയുള്ളൊരു കാര്യമാണ്. കൂടുതൽ ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ സീറ്റുകൾ കൂട്ടാം, അങ്ങനെ കൂടുതൽ നേഴ്സസിനെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് അവരുടെ വിചാരമെങ്കിൽ ഇതിനൊക്കെ സമയമെടുക്കത്തില്ലേ. ഒരു നേഴ്സ് ഇനിയും വരുന്ന ഒരു നേഴ്സ് ഇവിടെ വന്നിട്ട് പാസ് ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ 3-4 വർഷം കൂടെ കഴിയത്തില്ല. ഈ ഒരു 4 വർഷത്തിനിടയിൽ ഇപ്പോൾ നിൽക്കുന്ന കൂടുതൽ നേഴ്സസും മറ്റുള്ള രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം വലിയൊരു തലവേദനയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷെഫീൽഡിലെയും വിഞ്ചസ്റ്ററിലെയും 2 മെമ്പർ ഓഫ് പാർലമെൻറ്റേറിയനാണ് ഇപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിരിക്കുന്ന സീമ മൽഹത്തിനോട് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ ചോദിച്ചത്. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ഇത് ബാധിക്കുമോ, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അവർക്ക് PR കിട്ടത്തില്ലേ? അവർക്ക് അപ്പോഴും അതിന് കറക്റ്റായിട്ടൊരു ആൻസർ പറയാനായിട്ട് സാധിക്കത്തില്ല. അവരും പറയുന്നത് കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്, ഈ ഒരു ഇയർ എൻഡിലായിരിക്കും അതിൻ്റെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നത്, ആ ഒരു സമയത്തെ പറയാൻ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇതേപോലെയുള്ള നേഴ്സസ് രാജ്യം വിട്ടുപോയി കഴിഞ്ഞാൽ UK NHSനെ സംബന്ധിച്ചോളം വലിയൊരു കൊഴിഞ്ഞുപോക്കുണ്ടാവും. പിന്നെ ഇവരൊരു റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നടത്തി മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും UK ആൾക്കാരെ കൊണ്ടുവന്ന് അവർ ജോലിയൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും 1 വർഷം വെറുതെ പോകും. അത് UK NHSനെ സംബന്ധിച്ചോളം അതൊരു വലിയ നഷ്ടമാവുന്നുള്ളത് സർക്കാരിന് ശരിക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.